നമുക്കിതൊരു പായസം ഉണ്ടാക്കിയാലോ? ഒരുപാട് ദിവസങ്ങളായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം നമുക്കൊരു പായസം ഉണ്ടാക്കാം കേട്ടോ. വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇതേപോലെയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ്. ഇതിനായിട്ട് നമ്മൾ ചൊവ്വേരി എടുത്തിട്ടുണ്ട്. ചിലർ സാബൂൻ എന്നൊക്കെ പറയും. ചൊവ്വേരി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം പാർന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. പിന്നെ നമ്മൾ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ നമുക്ക് വേണ്ട പാല്. നമ്മൾ വളരെ കുറച്ച് പായസം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ, ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. അതുപോലെ ഇതിനകത്ത് ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പായസം ഒന്നുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. അതെന്താണെന്ന് കാണണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണണേ. നമുക്ക് സേമിയ പായസം ചൊവ്വരി ഉപയോഗിച്ചുള്ള പായസം, ഇനി വെറും സേമിയ ഒറ്റയ്ക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മൾ ചൊവ്വരി ചേർക്കുമ്പോഴേ ഉള്ളൂ അതിൻ്റെ ഒരു തിക്നെസ് പായസത്തിന് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ ചൊവ്വേരി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം പാർന്നാൽ കുറച്ച് അധികം സമയം വെക്കണം. എങ്കിലേ അത് കുതിർന്ന് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. ഇനി അതിനൊന്നും സമയമില്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് നമുക്ക് നന്നായി വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ചധികം വെള്ളം പാർന്നിട്ട് സ്റ്റൗവിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സേമിയ വറുത്തെടുക്കാം. അതിനായിട്ട് നെയ്യിലാണ് വറുത്തെടുക്കേണ്ടത് കേട്ടോ. വളരെ കുറച്ച് നെയ്യ് ചേർത്തിട്ട് വറുത്തെടുത്താൽ മതി. ഇത് നമ്മുടെ ഹോം മെയ്ഡ് നെയ്യാണ്. കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇത് ഭയങ്കര സ്മെല്ലാണ് നെയ്യ്. നല്ല സ്മെല്ല്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്യ് നല്ല ശരിക്കും ഒറിജിനൽ നെയ്യാണ്. പിന്നെ ആ ചെറിയ കരി പോലെ കാണുന്നത് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്ന സമയത്ത് പാൽപ്പാട കരിയില്ല, ആ ഒരു ചെറിയ ബ്ലാക്ക് ആയിട്ടൊക്കെ കാണുന്നത്. വേറെ സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ നന്നായി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണോ പായസം ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെറും പഞ്ചസാര മാത്രമാണ്. ചട്ടി നന്നായി ചൂടായ ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കരിഞ്ഞു പോകരുത്. അതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ നമ്മൾ പായസം മൊത്തത്തിൽ കുളമാവും. അതുകൊണ്ട് പതുക്കെ ഇതാ മെൽറ്റായി വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇട്ടിട്ട് കറുപ്പിക്കരുത്, അപ്പോഴും പെട്ടെന്ന് കരിയും. ഒരു നന്നായി അത്യാവശ്യം ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഓഫ് ചെയ്യല്ല, നമ്മളതിലേക്ക് അടുത്ത എന്താ സംഭവം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് കളറ് മാറുന്ന സമയത്ത് ചെയ്ത് കുറച്ച് കളറൊക്കെ വരണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല, ലോ ഫ്ലെയിമിലാണ്. നമ്മൾ ആവശ്യത്തിനുള്ള എത്ര മധുരം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പാല് പിരിയുന്നില്ല കേട്ടോ, പേടിക്കണ്ട. സോറി, പാല് മിൽക്ക് മേഡ് പിരിഞ്ഞു പോകുന്നില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പാക്കറ്റ് പാല് ചേർത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതിലേക്ക് പാല് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഈ പാലിനനുസരിച്ച് നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിടാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് നമ്മുടെ മിൽക്ക് മേഡൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാകും. അത് നന്നായി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളച്ചാൽ മാത്രമേ അതൊന്ന് അലിഞ്ഞു പോവുള്ളൂ. അലിഞ്ഞു പോയതിന് ശേഷം ബാക്കിയുള്ള ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് അലിയാതെ പോലെ കിടക്കും. അങ്ങനെ നന്നായിട്ട് അലിഞ്ഞ് നമ്മുടെ പാലൊക്കെ ആ ഒരു കളറായി മാറും കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ട്. എല്ലാം അലിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊന്ന് വരുന്ന സമയത്ത് നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നല്ല തിളച്ച പാലാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല എന്താ പറയുക, വെള്ളം ലൂസായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൊവ്വയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഇത് ഇവിടെ കിടന്ന് തിളച്ച് കുറച്ച് പാലും ആ പായസം ഒരു തിക്നെസ് വരണം. അതായത് കുറച്ച് വറ്റി വരണം. അതിനായിട്ട് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലൊക്കെ വെക്കുക. ഇളക്കി കൊടുക്കണം. കാരണം പാലാകുമ്പോൾ കുറച്ച് തിളച്ച് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാലാകുമ്പോൾ തിളച്ച് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നന്നായി തിളച്ച് വറ്റി വരുമ്പോഴേ പാലിൻ്റെ ആ ഒരു പായസത്തിൻ്റെ ഒരു ടെക്സ്ചർ വരുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏലക്കായും പഞ്ചസാരയും കൂടി മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായി പൊടിഞ്ഞ് ആ സ്മെല്ലും മധുരവും കിട്ടും. പിന്നെ ഞാൻ ഇതിനകത്ത് ഇനി പഞ്ചസാര ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി പഞ്ചസാരയും കാരമലൈസും മിൽക്ക് മേഡും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പായസം കണ്ടോ നന്നായിട്ട് കുറഞ്ഞ് വന്ന് ആ ഒരു തിക്നെസ്, ആ കളറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ വെച്ച പാലും അതിനൊക്കെ കുറച്ച് ഭാഗം കണ്ടോ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇതാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ചൂട് പോയ ശേഷം എന്താവും, അതൊന്നും കൂടി തിക്കാവും. അപ്പോൾ നന്നായി വറ്റിച്ചെടുക്കരുത്. പാലിൻ്റെ കുറച്ചൊന്ന് കുറഞ്ഞ സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പരിപാടി നമ്മുടെ കാഷ്യൂനട്ട് കിസ്മിസ് നെയ്യിലിട്ട് വറുക്കാം കേട്ടോ. അങ്ങനെ ഇത് ഒന്നിച്ചിട്ടുന്നേ ഉള്ളൂ, ഒന്നിച്ചിടേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ കാഷ്യൂനട്ട് വറുത്തതിന് ശേഷം പിന്നെ നമ്മൾ മുന്തിരി വറുത്തെടുത്താൽ മതി. കാരണം പെട്ടെന്ന് കരിഞ്ഞു, അതുകൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അറിയാതെ അതിനകത്ത് ഒന്നിച്ചിട്ടുന്നേ ഉള്ളൂ.
നന്നായി ചൂടോട് കൂടി എന്ത് ചെയ്യണം, നമ്മുടെ ആ പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. ആ കാരമലൈസ് ചെയ്യുന്നതാണ് ഇതിൽ ശരിക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് പായസം ഉണ്ടാക്കുമ്പോഴും കുറച്ച് പഞ്ചസാര ഇതുപോലെ കാരമലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ അതിനകത്ത് സൈഡിലായിട്ട് ഒരു ഡെക്കറേഷൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പായസമൊക്കെ ഇതാ എന്ത് ഭംഗിയാണെന്നല്ല, കഴിക്കാൻ എന്തോ ടേസ്റ്റ് അറിയോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ കാരമലൈസ് ചെയ്ത് പായസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്ത് ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസിൻ്റെ ചാനലുണ്ട്, അതൊക്കെ പോയി കാണണേ. താങ്ക്